മലേഷ്യയിൽ ജനിച്ച് 1970കളിലും 80കളിലും മലയാള സിനിമയുടെ കണ്ണീർമുഖമായി മാറിയ നായികയാണ് ജലജ. യവനിക, ഉൾക്കടൽ, പടയോട്ടം, ശാലിനി എൻ്റെ കൂട്ടുകാരി തുടങ്ങി ഉൾക്കനമുള്ള ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ 15 വർഷം തിരക്കാഴ്ചയിൽ നിറഞ്ഞു നിന്നു. വിവാഹത്തോടെ പെട്ടെന്ന് സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷയായി. തുടർന്ന് ഗൾഫിൽ പ്രവാസ ജീവിതം. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ മണ്ണിലേക്കും സ്ക്രീനിലേക്കും ജലജ മടങ്ങിയെത്തിയിരുന്നു 2021 മാലിക് എന്ന ചിത്രത്തിലൂടെ. ജലജയുടെ മകൾ ദേവിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണത്. ആ ചിത്രം റിലീസായപ്പോൾ കേരളത്തിലേക്ക് ജീവിതവും ജലജ പറിച്ചു നട്ടു. തിരുവനന്തപുരത്താണ് പുതിയ താമസം. ആലപ്പുഴക്കാരായ തകഴിയിൽ ശ്രീ വാസുദേവൻ പിള്ളയുടെയും ശ്രീമതി സരസ്വതി അമ്മയുടെയും പുത്രിയായി മലേഷ്യയിലാണ് ജലജയുടെ ജനനം. അച്ഛൻ അവിടെ സൈമാസ് കോളേജിൽ പ്രൊഫസറായിരുന്നു. ജലജയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അവർ തകഴിയിൽ മടങ്ങിയെത്തി. അതിനുശേഷമുള്ള സ്കൂൾ വിദ്യാഭ്യാസം അമ്പലപ്പുഴ ഗവൺമെൻറ് മോഡൽ സ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ താമസം ആലപ്പുഴയിലേക്ക് മാറ്റി. ആലപ്പുഴ സെൻറ് ജോസഫ്സ് വനിതാ കോളേജിലായിരുന്നു കലാലയ വിദ്യാഭ്യാസം. ചെറിയ അളവിൽ നൃത്തം അഭ്യസിച്ചിരുന്ന ജലജ ശ്രദ്ധേയമായ അഭിനയവാസനയുണ്ടായിരുന്ന ഒരു കലാകാരിയായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫാസിലിൻ്റെ സാലഭഞ്ചിക എന്ന നാടകത്തിൽ അഭിനയിച്ചു. 1978 ജി അരവിന്ദൻ്റെ തമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ജലജ 1993 സെപ്റ്റംബർ 3 പ്രകാശ് നായരുമായുള്ള വിവാഹത്തിന് ശേഷം ബഹ്റിനിലായിരുന്നു താമസം. ജലജയ്ക്ക് ദേവി എന്ന ഒരു മകളുമുണ്ട്.